ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക വേവിച്ചാലോ? ചക്ക വേവിക്കുക, ചക്ക പുഴുങ്ങുക എന്നൊക്കെ പല നാട്ടിൽ പല പേരാണ് പറയുന്നത്. എന്തോ ആവട്ടെ, നമുക്കെല്ലാം വരിക്കച്ചക്കയുടെ ചുള എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിനകത്തെ കുരുവെല്ലാം മാറ്റി ചവണിയെല്ലാം മാറ്റി ഇത് ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു മുറം എടുത്തിട്ട് ഒരു സൈഡിൽ ചക്ക ഒരുക്കി വയ്ക്കും, മറു സൈഡിൽ ചവണിയും കുരുവെല്ലാം അങ്ങ് മാറ്റി വയ്ക്കും. എന്നിട്ട് കുനുകുനാന്നങ്ങരി, ഒത്തിരി കുനുകുനാന്നാവണ്ട, പക്ഷെ കനം കുറഞ്ഞിരിക്കണം, നീളം കൂടിയാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ചരിച്ചോ മറിച്ചോ ഒക്കെ ആയിട്ട് നമുക്ക് നീളത്തിലും കുറുകത്തിലൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോഴേ എനിക്ക് കുറച്ച് പണി വേറെയുണ്ട്. എന്താ, ഇതിൻ്റെ കുരുവിനെ കൂടി ഒന്ന് ചതച്ചൊരുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജോലി അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ബാക്കി അമ്മ ചക്കച്ചുള അരിയും, ഞാൻ കുരു ഒന്ന് ഇടിച്ചിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് കളയും. അപ്പോൾ എളുപ്പം വെന്തും കിട്ടും, തൊലി കളയാനും എളുപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തുനിന്ന് രണ്ട് ജോലി ചെയ്യുന്നു. കാര്യം ചക്ക വേവിക്കുമ്പോൾ ചക്കയുടെ മക്കളെ കൂടെ വിട്ടില്ലെങ്കിൽ ചക്കയ്ക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയും. അപ്പം ചക്ക അരിയുന്നു, ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇടിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റിയെടുക്കുന്നു. ഇത്രയും ഞാനങ്ങോട്ട് ഇട്ടു, എൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അമ്മ ബാക്കി ചക്ക അവിടെ വേവിക്കുന്നു. ആ സമയത്ത് ഞാൻ പോയി തേങ്ങ ഒരെണ്ണം പൊതിച്ചിട്ട് വരാം. അമ്മ വീട്ടിൽ പതുക്കെ ചക്ക അരിയട്ടെ, ഞാൻ തേങ്ങ പൊതിച്ചിട്ട് തരാവേ. അപ്പോൾ നമ്മുടെ തേങ്ങ പൊതിച്ചിട്ട് വന്നിട്ടുണ്ട്. ബാക്കി പണി അമ്മയ്ക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. തേങ്ങ പൊട്ടിക്കുന്ന പണിയും ചിരണ്ടുന്ന പണിയും അമ്മയ്ക്കുള്ളത്. ഒറ്റ വെട്ട് മുറി 2 എവിടെ കണ്ടോ, 2 മുറി, കൊള്ളാം, നല്ല തേങ്ങ. ഇനി ചിരണ്ടി ഒതുക്കിയാൽ നമ്മുടെ പണി കഴിയും. അമ്മ ചിരണ്ടട്ടെ, എക്സ്പേർട്ട് അവരൊക്കെയാണ് തേങ്ങ ചിരണ്ടാനായിട്ട്. അപ്പോൾ അമ്മ തേങ്ങ ചിരണ്ടുന്നു, തേങ്ങ ചിരണ്ടി കഴിയുന്നു. അതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് വയ്ക്കാം. നല്ല എരിവുള്ള കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എരിവുള്ള കാന്താരിയോ പച്ചമുളകോ, നല്ല നാടൻ കാന്താരി, നാടൻ മുളക്. ഇപ്പോൾ വീട്ടിലെ കാന്താരി ഉണ്ട്, വീട്ടിൽ തന്നെ മുളകുണ്ട്, രണ്ടും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് തേങ്ങ, നമ്മുടെ ഒരു മുറി തേങ്ങ ഇട്ടു. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ചെറിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ചില നാട്ടിലേക്ക് ഇതിൻ്റെ കൂടെ കുരുമുളക് കൂടി വയ്ക്കും, ഞങ്ങൾ വയ്ക്കുന്നില്ല. കറിവേപ്പില വെച്ചു. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരയണ്ട, ഒന്ന് ഒതുങ്ങിയ പൊടിക്കൊന്ന് ഒതുങ്ങാൻ പറയത്തില്ലേ, അത്രയുള്ള കാര്യം. അവനൊന്ന് പൊടിക്കൊന്ന് ഒതുങ്ങി. അപ്പോൾ ഇനി ചക്കയല്ലേ, ഇപ്പോൾ സീസൺ തുടങ്ങി വരുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ വേവ് പലതരത്തിലുണ്ടാവും. ഇച്ചിരി വേവുള്ള ചക്കയാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഇടുക. തന്നെ ഇപ്പം ചരുവത്തിൽ വേവിക്കാനും കലത്തിൽ വേവിക്കാനൊക്കെ പറഞ്ഞാൽ ചേച്ചിമാർ എന്നെ എടുത്തിട്ടിരിക്കും. അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കുകയാണ്. കുക്കറിലേക്ക് ചക്കച്ചുള ഇട്ടു, ബാക്കി ചതച്ച തേങ്ങ പേർത്തു, ബാക്കി ചക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാര്യം നേരത്തെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിലൊന്ന് മിക്സ് ചെയ്യിപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കങ്ങോട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് പിങ്ക് സാൾട്ടാണേ. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതെന്താ നിറ വ്യത്യാസമൊന്നും. വെളുത്തതല്ല, പിങ്ക് സാൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ജസ്റ്റ് ആ കൈയൊന്ന് അതൊരു 1/2 ഗ്ലാസ് വെള്ളം, കയ്യിൽ അരപ്പതിലേക്ക് എടുത്തൊക്കെ ഇതിലുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ വേകാനുള്ള വെള്ളമായി. ചക്ക എപ്പോഴും ആവിയിൽ വേവിക്കണമെന്ന് പറയണേ. എന്നാലും ചക്കയുടെ വേവ് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ വേവ് കൂടുതൽ ചക്കയുടെ തോന്നിയുകൊണ്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് 1-2 വിസിലും കേൾപ്പിക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൂട്ടി അങ്ങ് എടുക്കുക. അതിനുശേഷം നല്ല മണം, അതിലേക്ക് നല്ല പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു കുഴ കൂടി കുഴച്ചാൽ മാങ്ങാച്ചാറോ മീനോ ഉണ്ടെങ്കിൽ ഒരു പിടുത്തം അങ്ങ് പിടിക്കാം. ഏതായാലും വായിക്കകത്ത് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഒരല്പം കറിവേപ്പില ഇട്ടു, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, ഒന്നിളക്കി. കുറച്ച് ഒത്തിരി ഒന്നും വേണ്ട, ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നിളക്കി. ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചത് റെഡി. ഒരു കഷ്ണം
മീൻ കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇവിടെ മുളകിട്ട മീൻ കറി നല്ലത്, ഞങ്ങളിന്ന് കുടമ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു പീസ് മീനും കൂടി വെച്ചാൽ ആ കുടമ്പുളിയുടെ പുളിയും മീനിൻ്റെ എരിവും ചക്ക വേവിച്ചതിൻ്റെ കാന്താരിയുടെ എരിവും എല്ലാം കൂടി ഓരോ പിടുത്തങ്ങ് പിടിക്കും പൊന്നു മക്കളെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചക്ക വേവിച്ചതും മീൻകറിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു മടി വിചാരിക്കില്ല കേട്ടോ. ലൈക്കിനൊക്കെ വളരെ പിശുക്കാണ് നിങ്ങൾ കാണിക്കുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തിനാ കമൻറ്റ് ചെയ്യാൻ ഇത്ര മടി? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.